ഹലോ, അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെത്തി. ഇത് ഞങ്ങളെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും ഒരു വലിയ വണ്ടിയായിരുന്നു വന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയതുകൊണ്ടായിരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റില്ല. തലേദിവസം രാത്രി കഴിച്ചായിരുന്നു. ഞങ്ങൾ നേരെ പോയത് 7-Eleven ഇത് ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ട് ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് പറഞ്ഞു, ഒരു ജ്യൂസും ഒരു സാൻഡ്വിച്ചുമാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സാൻഡ്വിച്ച് ഫ്ലോപ്പായിപ്പോയി ഗായ്സ്, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 days സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തി. ഗോൾഡൻ ബീച്ച് ഹോട്ടൽ. ഇവിടെയാണ് ഞങ്ങൾ 3 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുക. ആദ്യത്തെ 3 days പട്ടായാണ് കേട്ടോ. നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റൂം കിട്ടി. അപ്പുറം ഇപ്പുറമായിട്ട് ഞങ്ങൾ 2 റൂമാണ് എടുത്തിരുന്നത്. ഇത് ഞാനും ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂമാണ്. റൂം ഒരു രക്ഷയില്ലായിരുന്നു, നല്ല റൂമായിരുന്നു. അതായത് ആ സൈഡിലൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലെ വ്യൂ സൂപ്പർ. ഓപ്പോസിറ്റ് കുറേ ബിൽഡിങ്, അതിൻ്റെ ഒരു സൈഡിൽ അവിടുത്തെ ഒരു മോളുണ്ട്, സെൻറ്റർ ഓഫ് പട്ടായ എന്ന് പറഞ്ഞിട്ടൊരു മോളാണ് അതിന് സൈഡിൽ കാണുന്നത്. ഇത് എന്തുകൊണ്ട് നല്ല റൂമായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഫസ്റ്റ് വിസിറ്റ് ടൈഗർ പാർക്കാണെന്നാണ് പറഞ്ഞത്. അതിന് ശേഷം ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ആ രണ്ടുമാണ് ഇന്നത്തെ വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസ്. നേരെ പോയത് ടൈഗർ പാർക്കിലേക്കായിരുന്നു. അവിടെ ചെറിയ ടൈഗർ തൊട്ട് വലിയ ടൈഗർ വരെയുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഒരു പേടിയില്ല, ആൾക്കും ഇല്ല, കടുവയ്ക്കും ഇല്ല. നല്ല കൂളായിട്ടിരിക്കുന്ന കടുവ അടിയും കൊണ്ടിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇത് ഈ കമ്പിയിലൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ ഷോക്ക് അടിക്കാന്നുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ. ഈ കുറച്ച് കുളിസിയും കാണാം. ഇതിങ്ങനെ എപ്പോഴും കുറേ കടുവയൊക്കെ എപ്പോഴും വെള്ളത്തിനകത്താണ് കേട്ടോ. ചൂടായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. വലിയ കുറേ കടുവയുണ്ടായിരുന്നു, ചെറിയ കടുവ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു. മാർക്കറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ തുള്ളലും ഇതൊക്കെ സന്തോഷിക്കുകയാണ് കാണുന്നത്. കുറേ ഗ്രൂപ്പും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതാണ് അതിൻ്റെ ഉൾവശം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു വള്ളം, അല്ലെങ്കിൽ വള്ളമാണോ ബോട്ടാണെന്ന് അറിയില്ല, അതിൽ കയറിയിട്ട് വേണം നമ്മൾ ആ ഇതിലേക്ക് പോകാൻ വേണ്ടി. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല വ്യൂ, ചെറിയ കട, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അത് ഞങ്ങൾ ഈ ചെന്ന സമയം സൂപ്പറായിരുന്നു കേട്ടോ. വെയിലും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു ടൈം. ഇത് കണ്ടില്ലേ, പുഴുവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ കണ്ടിരിക്കുന്നത്. എല്ലാം വീഡിയോ എടുത്തു കണ്ടതല്ലാതെ ഇതിൽ നിന്ന് ഒരു സാധനം ആരും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. കണ്ടപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നത്. ഇതൊക്കെ കഴിച്ചവരും ഉണ്ടാവും കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് എന്തോ കഴിക്കാൻ പറ്റില്ല. ഞാൻ മെയിനായിട്ട് പോയത് ഈ സാധനം കഴിക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാവരുടെ വീഡിയോയിലും കണ്ട് കൊതിമൂത്ത് പോയതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. പക്ഷേ എനിക്ക് എന്താ പറയുക, സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ വന്നവർക്കും എല്ലാവരെ കൊണ്ട് കഴിപ്പിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മുഖത്ത് കണ്ടറിയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സാധനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു രാത്രിയായി. വൈകുന്നേരം ആയപ്പോൾ കയറി, രാത്രിയായിട്ട് ഇറങ്ങി. രാത്രിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക്. ഇന്നത്തെ